എൻ്റെ പേര് ആൻമരിയ. ഞാൻ പാലാ രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 11/11/2022 അതിനു മുമ്പ് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ ഫാംഡി എന്ന കോഴ്സ് പഠിച്ച് പാസ്സായി. അതിനുശേഷം ഡിസംബറിൽ ഞാൻ ക്യാപ്സ് എന്ന എക്സാം, നോളജ് അസസ്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജൂലൈയിൽ എഴുതാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഡിസംബറിൽ തന്നെ ജോയിൻ ചെയ്തത്. വേറെ വർക്കിനൊന്നും ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. എനിക്ക് ആ സമയത്ത് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിരുന്നു. പക്ഷേ ഇതിന് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊന്നും ഞാൻ പോയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നില്ലായിരുന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഒത്തിരി ലേറ്റായി. പക്ഷേ എത്ര നോക്കിയിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയില്ല. ജൂലൈ മാസത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഒരു മാസം മുൻപെങ്കിലും എലിജിബിലിറ്റി അസസ്മെൻറ്റ് പൂർത്തിയാക്കണം. അതിനുവേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോഴും ഡിഗ്രി സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. കോളേജിൽ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എപ്പോൾ വരുമെന്ന് അവർക്കറിയില്ല. യൂണിവേഴ്സിറ്റി വിളിച്ചു കഴിഞ്ഞാൽ ആരും ഫോണൊന്നും എടുക്കത്തുമില്ല. അങ്ങനെ ജൂലൈയിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പോഴത്തേനും 6 മാസം കഴിഞ്ഞു ഞാൻ പഠിച്ചിറങ്ങിയിട്ട്. ഞാൻ പഠിച്ച എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലോണും ദൈവം അനുഗ്രഹിച്ച് എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാവരും കൂടി അടച്ചു തീർത്തു. എങ്കിലും എനിക്ക് വീട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും 4-5 ലക്ഷം രൂപയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്. അത്രയും രൂപ മുടക്കുന്നുകൊണ്ട് എനിക്കൊരു വർക്കും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലേക്കൊരു സഹായം ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം എന്ന് എഴുതാൻ പറ്റുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ നവംബറിൽ എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ നവംബറിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം ആയപ്പോഴും ഞങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എവിടെ അന്വേഷിച്ചാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ജൂനിയർ വഴിയായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പറഞ്ഞ കുറേ ഡോക്യുമെൻറ്റ്സുമായിട്ട് എൻ്റെ ജൂനിയർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതൊന്നും പോരാ, സ്പെഷ്യൽ കൺവൊക്കേഷൻ വഴി അല്ലാതെ വേറൊരു വഴിയും നേരത്തെ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പക്ഷേ അതിന് 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അതാണ് അതിൻ്റെ ഫീസ്, അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നീ അപ്ലൈ ചെയ്യുക, നിനക്ക് പൈസ ഞാൻ തരാമെന്ന് എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ ചെന്നൈക്ക് പോയി, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം കൺവൊക്കേഷനിൽ നിങ്ങളുടെ ബാച്ചിലുള്ള ആരുടെയും പേരൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 30-ാം തീയതിക്കുള്ളിൽ കിട്ടുന്ന ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ പൈസ അടയ്ക്കണ്ട, എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 30-ാം തീയതി കഴിഞ്ഞു. ഒരു 5-6 ദിവസത്തോടെ കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ ചെറുതായിട്ട് നിർത്തി നിരാശയിലേക്ക് പോയി. അത് കഴിഞ്ഞ് 9-ാം തീയതി ആയപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കോള് വന്നു, നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഗവർണറിൻ്റെ ഓഫീസിൽ ചെന്ന് ഒരു സീലൂടി ചെയ്താൽ മാത്രം മതി, ബാക്കിയെല്ലാം റെഡിയാണ്, നീ ആ ഫീസ് അടച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 30-ാം തീയതി എന്ന ഡേറ്റാണ് വെച്ചിരുന്നത്, ഇനി എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് നോർമൽ കൺവൊക്കേഷൻ വഴി സർട്ടിഫിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, നിൻ്റെ ഓൾറെഡി സ്പെഷ്യൽ കൺവൊക്കേഷനിലാണ് പേര് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിനക്കിനി നിൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ആ 30,000 രൂപ അടയ്ക്കണം, അല്ലാതെ നിനക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും വിഷമിച്ചു. കാരണം എനിക്കിനി അത് കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കുകയും വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അസസ്മെൻറ്റ് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 8 ആഴ്ചയാണ് അതിൻ്റെ സമയം, എങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം, ചിലർക്കൊക്കെ 4-5 ആഴ്ച കൊണ്ട് കിട്ടിയവർ ഉണ്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പൈസ അടച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഒരു രീതിയിലും സർട്ടിഫിക്കറ്റിനെ പറ്റി ഒരു വിവരവും ഇല്ല. എന്നെ വിളിച്ചയാളെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. അയാൾ എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഗവർണറുടെ ഓഫീസിലാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ്, നീ ഗവർണറിനെ വിളിച്ച് ചോദിക്കുക, എന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവെ, ഒരാളെ നിയോഗിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം 26 ദിവസമായിട്ടും എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. പിന്നെയും വീണ്ടും അത്രയും താമസം വന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. അപ്പം ഞങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, ആരെ കൊണ്ടെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജോസ് കെ മാണിയെ കൊണ്ട് വൈസ് ചാൻസലറിനെ വിളിപ്പിച്ചു. അങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചാൻസലർ അവിടെയുള്ള ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചു. എൻ്റെ വീട് വരെ ആ സർട്ടിഫിക്കറ്റ് എത്തുന്നോടം വരെയുള്ള ഉത്തരവാദിത്തം അയാളെ ഏൽപ്പിച്ചു. അതിനുശേഷം അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഗവർണറുടെ ഓഫീസിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്,
അടുത്ത ദിവസം തന്നെ നിൻ്റെ വീട്ടിലെത്തും, അതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അയാളൊരു നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പി അയാൾ എനിക്ക് വാട്സപ്പ് വഴിയായിട്ട് അയച്ചു തന്നു. ഒരിക്കലും അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി അല്ലാതെ ഒഫീഷ്യലി അയച്ചു കൊടുക്കാൻ പാടില്ല. അത് കിട്ടിയതുകൊണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്തു. അങ്ങനെ എലിജിബിലിറ്റി അസസ്മെൻറ്റിന് കൊടുത്ത ശേഷവും രജിസ്ട്രേഷൻ്റെ ടൈമായി, രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആയി. 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ഓപ്പൺ ആയത്. അത് 17-ാം തീയതി തീരുമായിരുന്നു. ഒക്ടോബർ 17 കൊണ്ട് ഡേറ്റ് ക്ലോസ് ആവും. അപ്പോൾ അതിന് മുൻപ് അസസ്മെൻറ്റ് കഴിഞ്ഞ് എത്തിയാൽ മാത്രമേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ എത്ര ദിവസം കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് വരുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് അവിടെയുള്ള എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോഴത്തേനും സീറ്റെല്ലാം ഫില്ലായി. എല്ലായിടത്തും 3-ാമത്തെ ദിവസം 3 ദിവസമായിട്ടാണ് എക്സാം നടക്കുന്നത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും തന്നെ 3-ാമത്തെ ദിവസമേ മാക്സിമം ഡേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുള്ളൂ. ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ എഴുതി കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 3rd ഡേ ഡേറ്റ് എടുക്കാറുള്ളൂ. 3rd ഡേ എല്ലായിടത്തും ഫില്ലായി. ഞങ്ങളുടെ കൂടെയുള്ള 2 പേർക്ക് അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടും സെക്കൻഡ് ഡേ മാത്രമേ കിട്ടിയുള്ളൂ. പലരും പലയിടത്താണ് രജിസ്റ്റർ ചെയ്തത്. സാധാരണ എല്ലാവർക്കും ഒരിടത്ത് കിട്ടാറുള്ളതാണ്. അത്രയും റഷായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എഴുതാനായിട്ട്. അങ്ങനെ ഡേറ്റ് എല്ലാം ഫില്ലായി. അപ്പം എനിക്ക് ഇവരായിട്ടെല്ലാം ഭയങ്കര കൂട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിവേ ഞാനും ഇവരുടെ കൂടെ ചെന്നൈയിലാണ് അവർ എക്സാം എഴുതാൻ പോകുന്നത്, വെറുതെ ചെന്നൈക്ക് പോവാം എന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കും കൂടി നിങ്ങളുടെ കൂടെ ടിക്കറ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെന്നൈയിൽ ഇനി സീറ്റില്ല, പക്ഷേ ഹൈദരാബാദിൽ ഒരു സീറ്റ് കാണിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കാരണവശാൽ 2 ദിവസത്തിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് പോകണം, അപ്പോൾ എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് വിഷമായി. ഇവർ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റും എടുത്തു, എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാര്യങ്ങളും ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നിടത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ കൃപാസനത്തിൽ വരാനായിട്ട് തീരുമാനിച്ചു. കൃപാസനത്തിൽ വന്നു. അച്ഛൻ അന്നുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വിളിച്ചപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ കിട്ടി. അപ്പം അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന ശേഷമാണെങ്കിലും ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ട് പുതുക്കാത്ത അമ്മയാണ് ഉടമ്പടി എടുത്ത് അമ്മ കുറേ പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യമായതുകൊണ്ട് അച്ഛനെ കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും തടസ്സങ്ങൾ മാറാനുള്ള സ്ലിപ്പ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ എന്നോട് ചോദിച്ചു 17-ാം തീയതി അല്ലേ ലാസ്റ്റ് ദിവസം അന്ന് കിട്ടിയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇനി സീറ്റുകളൊന്നുമില്ല, ഇനി ശ്രീലങ്കയിലൊക്കെയാണ് സീറ്റ് കാണിക്കുന്നത്, അവിടെ ഒന്നും പോയി എഴുതാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇവിടെ OET IELTS അങ്ങനെയുള്ള എക്സാംസിനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഓർത്തു ദൈവമേ എനിക്കും എക്സാം എഴുതാനുള്ളതാണ്, എനിക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നാൽ കിട്ടും എന്ന് എനിക്കറിയാം. അപ്പോൾ അച്ഛൻ അവരുടെ തലയിൽ കുരിശ് വരച്ചപ്പോൾ ഞാൻ എൻ്റെ തലയിലും കുരിശ് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലപോലെ എക്സാം എഴുതാൻ പറ്റണേ, എനിക്ക് കിട്ടണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഒന്നുകൂടെ കൊണ്ടുപോയി എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെ എത്തിയപ്പം അതിൻ്റെ ഓണർ എന്നെ കൂട്ടാനായിട്ട് വന്നു. ഓണർ എന്നോട് പറഞ്ഞു നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, ഇനി ഒരു ഫോട്ടോയുടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, അത് 1 അവറിനുള്ളിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു. ഫോട്ടോ അയച്ചു കൊടുത്തു. അന്ന് തന്നെ എൻ്റെ എല്ലാം ശരിയായി. മാത്രമല്ല ചെന്നൈയിലെ ഡേറ്റ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അത് നോക്കിയിരുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, എല്ലാ ഡേറ്റ്സും ക്ലോസ് ആയതാണ്, പക്ഷേ ചെന്നൈയിൽ ഒരു സീറ്റ് മിച്ചമുണ്ട്, നിനക്ക് വേണ്ടി അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിനക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോയി. അമ്മയുടെ ഉടമ്പടി കാശ് രൂപം പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. അതിൻ്റെ കൂടെ ഉടമ്പടി തൈലം 2 കയ്യിലും പുരട്ടി, അതുപോലെ ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ ഞാൻ കുറച്ച് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയിരുന്നു. അതുപോലെ മൗസിലാണെങ്കിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്ക് എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഓരോ വിഷയത്തിനും 50% മാർക്ക് വീതം വരണം. പക്ഷേ ഓരോ സബ്ജക്റ്റും ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ഒരു ക്വസ്റ്റ്യനൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന വിഷയത്തിന് ആകപ്പാടെ ഒരു ക്വസ്റ്റ്യനേ വന്നുള്ളൂ. ആദ്യം ഞാനതിന് ശരിയുത്തരം എഴുതി. പക്ഷേ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം മാറ്റി വേറെ ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആ ഉത്തരം തെറ്റാണ്. ബാക്കി എത്ര മാർക്ക് കിട്ടി, 99 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫുൾ എക്സാമും നമ്മൾ തോറ്റുപോകും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് നവംബറിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ എക്സാം എഴുതാൻ പോയപ്പോൾ അത്രയും ടെൻഷനിലായിരുന്നു. പക്ഷേ ഇത് തെറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായിരുന്നു. നല്ലതുപോലെ പ്രാർത്ഥിച്ചു, ക്ലാസ്സുകൾ കേട്ടു, ഉടമ്പടി നല്ല കൃത്യമായിട്ട് തന്നെ പാലിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾ എല്ലാവരും പാസ്സായി. അതുപോലെ അവിടെയുള്ള എല്ലാവരോടും ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞ് എൻ്റെ ഈ സംഭവം ഇങ്ങനെ സീറ്റ് കിട്ടാതെ വന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ളവർക്കെല്ലാം നല്ല വിശ്വാസമായിരുന്നു. അവരെല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തു. അവർക്ക് വേണ്ടി കൂടി ഞാൻ സാക്ഷ്യം പറയണം. എല്ലാവരും പാസ്സാവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. നല്ല ജോലി കിട്ടണമെന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം മാതാവ് നടത്തി തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ദൈവത്തിന് മഹത്വം.